ശോഭാ സുരേന്ദ്രന് ബി.ജെ.പി വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നത് ഏതൊരു സാധാ ബി.ജെ.പി പ്രവർത്തകനും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. പാലക്കാട് ശോഭയ്ക്ക് സീറ്റ് ഇപ്പോൾ നൽകും എന്നൊക്കെ പറഞ്ഞു മോഹിപ്പിച്ച് ശോഭാപക്ഷം പ്രതീക്ഷ നിലനിർത്തിയിരുന്നെങ്കിലും അവസാനം അത് കൃഷ്ണകുമാർ കൊണ്ടുപോകുകയായിരുന്നു. വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത സാഹചര്യം തുടങ്ങിയിട്ട് നാളു കുറച്ചായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മത്സരിക്കുന്ന ഓരോ മണ്ഡലത്തിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു വനിതാ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പിയെ കേരളത്തിൽ വളർത്തുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ശോഭ ഇനി ബി.ജെ.പിയിൽ തുടരാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയില്ലായിരുന്നു. ആലപ്പുഴ നോർത്ത് ജില്ലയിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. എന്നാൽ അതൊന്നും ചെയ്യാതെ ശോഭ കുറച്ചുനാൾ വിശ്രമം എടുത്ത് അപ്രതീക്ഷിതമായി പാർട്ടി വിടാൻ തന്നെയാണ് നീക്കം. ഈ അടുത്ത കാലത്ത് അമിത്ഷായെ നേരിട്ട് ചെന്നും ശോഭ കണ്ടിരുന്നു. ശോഭയെ വേണ്ടത്ര കേരള ഘടകം പരിഗണിക്കുന്നില്ല എന്ന പരാതി അമിത്ഷായെ നേരിട്ട് അറിയിച്ചിരുന്നു. സുരേന്ദ്രന്റെ അധ്യക്ഷ പദവിയുടെ ടേം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും സുരേന്ദ്രനെ മാറ്റണം എന്ന ആവശ്യം തന്നെയായിരുന്നു ശോഭയുടെ മുന്നിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്. പാർട്ടിക്കുള്ളിൽ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ശബ്ദങ്ങളെല്ലാം ഇല്ലാതാക്കാൻ തൃശൂർ തെരഞ്ഞെടുപ്പ് ഫലം ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു സുരേന്ദ്രനെ. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമായിരുന്നു ബി.ജെ.പി ഏറ്റുവാങ്ങിയിരുന്നത്. ഇതോടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുരേന്ദ്രനെ മാറ്റണമെന്നും പകരം ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷമാക്കണം എന്നുള്ള ആവശ്യവും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും അതിനും ഒരു സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ശോഭ പാർട്ടി വിടാനുള്ള ആലോചനകൾ ശക്തമാക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും ശോഭയും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. അതാണ് ശോഭയ്ക്ക് കേരളത്തിൽ ഇപ്പോഴുള്ള പ്രധാന വെല്ലുവിളിയും. ശോഭയെ സ്റ്റാർ ആക്കണ്ട എന്നത് തന്നെയാണ് സുരേന്ദ്രന്റെയും സുരേന്ദ്രൻ പക്ഷത്തിന്റെയും പ്രധാന അജണ്ട തന്നെ. ബി.ജെ.പിയിൽ നടക്കുന്ന ഉൾപോര് ചില്ലറയൊന്നുമല്ല കേന്ദ്രത്തിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ശോഭ ഇ.പിയെ കണ്ടിരുന്നു എന്നുള്ള വാദങ്ങളും ഇടയ്ക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും പൊളിഞ്ഞതോടെ ശോഭയ്ക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത്. നിലവിൽ ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് താഴെ തട്ടിൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തോടെ ബി.ജെ.പിക്ക് പുതിയ അധ്യക്ഷൻ ചുമതല ഏൽക്കുമെന്നാണ് റിപ്പോർട്ടുകളും വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ശോഭയുടെ ഈ പുതിയ നീക്കം. ശോഭ പാർട്ടി വിടുന്നതോടെ കേരള ബി.ജെ.പി ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് പോകും എന്നതിൽ ഒരു തർക്കവുമില്ല.